ഈ തിരുവനന്തപുരത്ത് മാല പൊട്ടിക്കൽ തുടർക്കഥ. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂരിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വയോധികയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ ഒരാൾ പിടിയിൽ. പ്രാവച്ചമ്പലം സ്വദേശി ഹാജ ഹുസൈനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വയോധികയുടെ മാല പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സമാനമായ രീതിയിൽ നെയ്യാറ്റിൻകര വെൺകുളത്ത് ഹെൽമറ്റ് അണിഞ്ഞ് സ്കൂട്ടറിലെത്തിയ യുവാവ് വീട്ടമ്മയുടെ 5.5 പവൻ മാല പൊട്ടിച്ചെടുത്തു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി. അലക്സ് മുഹമ്മദാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, നമ്മൾ നേരത്തെയും സമാനമായ രീതിയിൽ വാർത്തകൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ആ സംഭവങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ്? ഉന്മേഷ, തിരുവനന്തപുരത്തെ ഗ്രാമീണ മേഖലയിൽ ഈ മാല പൊട്ടിക്കൽ, ബൈക്കിലെത്തിയുള്ള മാല പൊട്ടിക്കൽ തുടർക്കഥയാകുകയാണ്. നമ്മൾ ആദ്യം കാണിച്ച ദൃശ്യങ്ങൾ അത് ഇക്കഴിഞ്ഞ 9-ാം തീയതി നടന്നതാണ്. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂരിലാണ് ആ സംഭവം. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് വയോധികയുടെ മാല പൊട്ടിച്ചെന്ന് കടന്നു കളഞ്ഞത്. 3.5 പവൻ്റെ മാലയാണ് അന്ന് വയോധികയ്ക്ക് നഷ്ടപ്പെട്ടത്. പെരുമ്പഴുതൂർ ചെമ്മണ്ണുവിള വീട്ടിൽ ഡെയ്സി, 74 വയസ്സാണ് ഡെയ്സിയുടെ മാലയാണ് ഈ രണ്ടംഗ സംഘം ബൈക്കിലെത്തി പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞത്. ആ കേസിൽ പോലീസും അതുപോലെ ഡാൻസ് ഓഫും അന്വേഷണം നടത്തി വരികയായിരുന്നു. 150ഓളം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. ആ മാല പൊട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം CCTVയിൽ പതിഞ്ഞിരുന്നു. അതിൽ ഒരു പ്രതി, അത് ഹാജ ഹുസൈൻ എന്നാണ് പ്രതിയുടെ പേര്. പ്രാവച്ചമ്പലം അരിക്കടമുക്ക് മേപ്പല്ലൂർ വീട്ടിൽ ഹാജ ഹുസൈൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂട്ടുപ്രതി ഉടൻ വലയിലാകുമെന്ന് നെയ്യാറ്റിൻകര പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത സംഭവം ഉണ്ടാകുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകര നെല്ലിമൂട് വെൺകുളത്താണ്. ഹെൽമറ്റ് അണിഞ്ഞ് സ്കൂട്ടറിലെത്തിയ യുവാവാണ്. സ്കൂട്ടറിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വീട്ടമ്മയുടെ 5.5 പവൻ മാലയാണ് പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞത്. വെൺകുളം സ്വദേശിയായ പ്രസന്നകുമാരി അമ്മയുടെ 5.5 പവൻ മാലയാണ് ഈ മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത്. ചന്തയിൽ പോയതിനു ശേഷം ഇവർ മടങ്ങി വരികയായിരുന്നു. മറ്റൊരാളുടെ വീടിൻ്റെ വഴി തേടിയാണ് ഈ സ്കൂട്ടറിലെത്തിയ ആൾ അവിടേക്ക് എത്തിയത്. റോഡിൽ മറ്റാൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. വീട്ടമ്മ നിലവിളിച്ചെങ്കിലും ഈ മോഷ്ടാവ് സ്കൂട്ടറുമായി നെല്ലിമൂട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. നെയ്യാറ്റിൻകര പോലീസിൽ വീട്ടമ്മ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഈ മോഷ്ടാവ് രക്ഷപ്പെടുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ വാഹന നമ്പർ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മോഷ്ടാവ് ഉടൻ പിടിയിലാകുമെന്നാണ് നെയ്യാറ്റിൻകര പോലീസ് അറിയിക്കുന്നത്. ഉന്മേഷ്.